ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് മക്കളെ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് അത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്, അത് വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടെ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് നല്ലോണം തൊലി ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നീളത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിക്ക് അരിയാൻ പാടില്ല, ഒരുപാട് കനം കുറച്ചും അരിയാൻ പാടില്ല. ഒരു മീഡിയം സൈസിലാണ് നമ്മൾ അരിഞ്ഞെടുത്ത്. അതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ, അതായത് ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റോളം ഇടണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ സമയം കൊണ്ട്, തണുത്ത വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന സമയം കൊണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കോരി അതിലോട്ടിടണം കേട്ടോ. അതിലോട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്കാവാൻ വയ്ക്കണം. 5 മിനിറ്റ് കൂടുതൽ കുക്കാവാൻ വയ്ക്കരുത്, എങ്കിൽ വെന്ത് പോകും കേട്ടോ. അതിന് ശേഷം നമ്മളതിനെ ഒരു ഊറ്റപാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ കൊണ്ട് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒപ്പിയെടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമേ കോൺഫ്ലവർ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ഇടാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ കോൺഫ്ലവർ ഇടാം. ഒരുപാട് ഓവറായിട്ട് കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോവേ. അതിന് ശേഷം നമ്മൾ ഇതേപോലെ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യണം ചേട്ടാ. മുകളിലോട്ടും താഴോട്ടും ഇട്ട് ഇതേപോലെ വീശിയെടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ല. കൈയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാളും എല്ലായിടത്തും ഒരേപോലെ പിടിക്കും ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കുക. ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ചീനിച്ചട്ടി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് സൺഫ്ലവർ എണ്ണ ഒഴിക്കുക. എൻ്റെ കയ്യിൽ സൺഫ്ലവർ എണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. നമ്മൾ സൺഫ്ലവർ എണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ടേസ്റ്റാണ് കിട്ടുന്നത്. വെളിച്ചെണ്ണയിൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഇത് കിട്ടണമെങ്കിൽ നമ്മൾ സൺഫ്ലവർ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം. അതിന് ശേഷം ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ പൊരിഞ്ഞ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നായിട്ട് അങ്ങോട്ട് മാറ്റണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒത്ത് പൊരിച്ചെടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ പല കളറിലായിപ്പോവും. അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഉണ്ട്, നമ്മൾ അതിലോട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പറിലാണ് ഇട്ടത്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസോ എന്തെങ്കിലും വെച്ച് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെങ്കിൽ പോലും നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ ഒടിച്ച് കാണിക്കണമെന്ന് കരുതി, അത് പക്ഷേ വീഡിയോയിൽ വിട്ടുപോയതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ. മറ്റൊരു വീഡിയോയുമായി വരുന്നവർ ടാറ്റാ.